ഹലോ, ഇന്നൊരു വെറൈറ്റി ചെമ്മീൻ ഫ്രൈഡ് വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ഈ കറുത്ത സാധനം ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ, അല്ലെങ്കിൽ നമുക്ക് വയറിന് പ്രശ്നമാവും. നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചെമ്മീൻ ഞാൻ കണ്ടേക്കണത് ആകെ ഈ ചെറിയ ഉണക്ക ചെമ്മീനില്ലേ, അത് നമ്മുടെ വീട്ടിൽ നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ട് അമ്മിക്കല്ലിലിട്ടിട്ട് നല്ല ഇങ്ങനെ ഒതുക്കി ചമ്മന്തിപ്പൊടി പോലെ ഉണ്ടാക്കും. അത് മാത്രമേ നമ്മൾ ആദ്യം കഴിച്ചിട്ടുള്ളൂ. പിന്നീട് നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് നമ്മൾ ദുബായിൽ വന്ന സമയത്ത്, ആദ്യമായിട്ട് ദുബായിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് ഒരിക്കൽ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആദ്യമൊന്നും അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഓക്കെ മട്ടിൽ കഴിച്ചു. അന്ന് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിക്കും ചേട്ടനും ഒന്നും ഇഷ്ടമായില്ല. അവരൊന്നും അതിങ്ങനെ അധികം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്കും അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ല. പിന്നീട് നമ്മളിത് പല പ്രാവശ്യവും നമ്മൾ ബാർബിക്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവർ ഗ്രില്ല് ചെയ്ത് തന്നപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടമായി. നമ്മൾ അങ്ങനെയാണ് നമുക്ക് പിന്നീട് അത് കഴിക്കുന്തോറുമാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ അതിൻ്റെ ഫ്രൈ രീതിയിൽ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മളെത്തിയത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ. നമ്മൾ വീട്ടിൽ ചെമ്മീൻ വാങ്ങിക്കുവാണെങ്കിൽ ഫ്രൈ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ കറിയോ വേറെ ഒന്നും ചെയ്താലും ചെമ്മീൻ്റെ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലിങ്ങനെ നിരത്തിയിട്ട് ചുമ്മാ ഫ്രൈ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വറ്റൽമുളകും ചെറിയുള്ളിയും ഇതെല്ലാം, വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും, കറിവേപ്പിലൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു, കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഇത് നല്ല ചതച്ചെടുത്തതിന് ശേഷം ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇത് ചെയ്തെടുത്താണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, നീളത്തിലരിഞ്ഞ ഇഞ്ചി, നിങ്ങൾക്ക് കാണാമല്ലോ. ആ ഇഞ്ചി ഇങ്ങനെ ഇട്ടിട്ട് അത് നല്ല ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിന്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങളിങ്ങനെ മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ, എനിക്ക് ഉറപ്പാണ്. ഇത് തീരുന്ന വഴി കാണത്തില്ല. നമ്മൾ ചോറില്ലെങ്കിലും നമ്മൾ വെറുതെ ഇത് കഴിച്ച് പെട്ടെന്ന് അതങ്ങ് തീർന്നു പോകും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.